ഹലോ ഗൈസ്, വെൽക്കം ടു മാഡ്രിഡ് മീഡിയ. നിങ്ങൾ ഒരു മാഡ്രിഡിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റയൽ മാഡ്രിഡിൻ്റെ ട്രാൻസ്ഫർ സ്ട്രാറ്റജിയെ പറ്റിയാണ്. റയൽ മാഡ്രിഡിൻ്റെ ട്രാൻസ്ഫർ സ്ട്രാറ്റജി ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോങ് ടേം ആയിട്ട് ക്ലബിൻ്റെ വിഷനുമായി ഒത്തുപോകുന്ന പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഷോർട്ട് ടേം ആയിട്ട് ഒരു പൊസിഷനിൽ ഒരു വേക്കൻസി വരുന്ന സമയത്ത് തിരക്ക് പിടിച്ചിട്ടൊരു സൈനിങ് നടത്താതെ ലോങ് ടേം ആയിട്ട് വളരെയേറെ ആലോചിച്ച് ഉറപ്പിച്ച് ഒരു പ്ലെയറിനെ സ്റ്റഡി ചെയ്തിട്ട് പ്ലെയറിനെ സൈൻ ചെയ്യുക എന്നുള്ളത്. ഇത് റയൽ മാഡ്രിഡ് പൊസിഷൻ നോക്കിയിട്ടല്ല പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നത്, നേരെ മറിച്ച് പ്ലെയേഴ്സിനെയാണ് അവർ സൈൻ ചെയ്യുന്നത്. ലോങ് ടൈം ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെയാണ് സൈൻ ചെയ്യുന്നത്. അത് ഷോർട്ട് ടേം ആയിട്ട് നമ്മളൊരു പ്ലെയറിനെ സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും റഷ് ചെയ്തിട്ടായിരിക്കും ഈ സൈനിങ് നടത്തുക. അപ്പോൾ ഒന്നാമത് എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള വലിയ ഹ്യൂജ് ട്രാൻസ്ഫർ ഫീസ് പേ ചെയ്യേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ ആ ഒരു പ്ലെയർ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി മോശമായിരിക്കും. അപ്പോൾ ജോ കാൻസലോയുടെ കേസ്, ഇപ്പോൾ ജോ കാൻസലോ ശരിക്കും അദ്ദേഹം ആദ്യം അപ്രോച്ച് ചെയ്യുന്ന റയൽ മാഡ്രിഡിനെയാണ്. പക്ഷേ റയൽ മാഡ്രിഡ് നോക്കിയ സമയത്ത് ഈ ജോ കാൻസലോ അദ്ദേഹം യുവൻറ്റസിലും മാഞ്ചസ്റ്റർ സിറ്റിയിലും ബയേണിലും ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലെയറാണ്. അത്തരമൊരു പ്ലെയർ റയൽ മാഡ്രിഡിൻ്റെ വാല്യൂസിനോട് യോജിച്ച് പോകുന്നില്ല. നേരെ വെച്ച് ബാഴ്സ തിരക്ക് പിടിച്ചിട്ട് അത്തരം ഒരു സൈനിങ് നടത്തി. മാത്രമല്ല ഈ കാൻസലോ ഇപ്പോൾ UCL നമ്മൾ കണ്ടു, എൽ ക്ലാസിക്കോയിലൊക്കെ മിസ്റ്റേക്സ് വരുന്നത് കണ്ടു. അത്തരം ഒരു പ്ലെയർ തങ്ങൾക്ക് സ്യൂട്ടഡ് അല്ല എന്ന് റയൽ മാഡ്രിഡിൻ്റെ ബോർഡ് തിരിച്ചറിഞ്ഞു. അപ്പോൾ അതാണ് ബേസിക്കലി ബോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ എഗെയിൻ നമുക്ക് എംബാപ്പെ ഹാലൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഹാലണ്ട് അല്ലേ റയൽ മാഡ്രിഡിന് ഒന്നുകൂടി പറ്റിയ പ്ലെയർ. കാരണം ഹാലണ്ട് കുറച്ചുകൂടി നല്ലൊരു സെൻറ്റർ ഫോർവേഡാണെന്ന് വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടി ഗോൾ സ്കോറിങ് കേപ്പബിലിറ്റി ഉള്ളൊരു സെൻറ്റർ ഫോർവേഡാണെന്ന് പറയാം. പക്ഷെ അത് ആഞ്ചലോട്ടിയോട് എംബാപ്പയെ പറ്റി ചോദിച്ചപ്പോൾ ആഞ്ചലോട്ടി തന്ന മറുപടി തന്നെയാണ് അതിന് നല്ലൊരു റിപ്ലൈ. കാരണം ആഞ്ചലോട്ടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർവേഡ് ലൈൻ ഭയങ്കര വിടുത്തുള്ളൊരു ഏരിയയാണ്, ഏതാണ്ട് 68 മീറ്റേഴ്സോ അങ്ങനത്തോണ് ഒരു ഫിഗർ എനിക്ക് തോന്നുന്നു ആഞ്ചലോട്ടി പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്ലെയേഴ്സ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഒരു ഫിക്സഡ് പൊസിഷനിൽ ഈ ഒരു ഫോർവേഡ് ഏരിയയിൽ പ്ലെയേഴ്സ് കളിക്കാതെ ആ ഫോർവേഡ്സിൻ്റെ മൊബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ സീസണിലെ വിനീഷ്യസിൻ്റെ എക്സാമ്പിളാണ്. വിനീഷ്യസ് കഴിഞ്ഞ സീസണിൽ ലെഫ്റ്റ് വിങ്ങർ ആയിട്ടല്ല കളിച്ചത്, അദ്ദേഹം കോൺസ്റ്റൻ്റ്ലി റോം അറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. അതുപോലെ ആ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ ഗെയിം 2 ഫോർവേഡ്സിൻ്റെ വിനീഷ്യസിനും റോഡ്രിഗോയും 2 പേരെയും ലെഫ്റ്റിൽ കളിപ്പിച്ച ആ കളി, അതൊക്കെ ആഞ്ചലോട്ടി എടുത്ത് പറയണ്ടേ. അപ്പോൾ നമുക്കറിയാം, കാരണം ആ കരീം ബെൻസിമ ബാലൻ ഡി ഓർ നേടിയതിന് തൊട്ട് അടുത്ത സീസൺ അദ്ദേഹത്തിന് ഒരുപാട് ഇഞ്ചുറി വരുന്നൊരു സീസണായി. അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഒരു ബെൻസിമയ്ക്ക് ഒരു ബാക്കപ്പിന് സൈൻ ചെയ്യണമെന്നോ റയൽ മാഡ്രിഡ് ബോർഡിനോട് ഫാൻസ് നിരന്തരം ആവശ്യപ്പെട്ടു. പക്ഷേ ബോർഡ് അത് ചെയ്യാൻ തയ്യാറായില്ല. പിന്നെ നമുക്കറിയാം, പിന്നെ ബെൻസിമ പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒരു സെൻട്രൽ ഫോർവേഡ് സൈൻ ചെയ്യാൻ റയൽ മാഡ്രിഡ് ബോർഡ് തയ്യാറായില്ല. കാരണം ഒരു ഷോർട്ട് ടേം ആയിട്ട് ഒരു പൊസിഷൻ നോക്കി സൈനിങ് നടത്തുക എന്നുള്ളതല്ല റയൽ മാഡ്രിഡിൻ്റെ രീതി. റയൽ മാഡ്രിഡ് വെയിറ്റ് ചെയ്തു എംബാപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവസാനം എംബാപ്പയെ തന്നെ കൊണ്ടുപോകും. ഇങ്ങനെ ക്ലബിൻ്റെ വിഷനുമായിട്ട് ഒത്തുപോകുന്ന നല്ല പ്ലെയേഴ്സിനെ ലോങ് ടേം ആയിട്ട് സൈൻ ചെയ്യുക. അത് ഒരു അമേരിക്കൻ ഓതർ, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, റയൽ മാഡ്രിഡിൻ്റെ സക്സസ് സ്റ്റോറിയുടെ സീക്രട്ട് അവരുടെ വാല്യൂസ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാനത് ഓഡിബിൾ ഇപ്പോൾ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീർച്ചയായും അത് വായിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. റയൽ മാഡ്രിഡ് അതിൻ്റെ വാല്യൂസിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഷോർട്ട് ടേം ഗെയിൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ലോങ് ടേം ആയിട്ട് നമ്മുടെ വാല്യൂസ് കീപ്പപ്പ് ചെയ്തുകൊണ്ട് ലോങ് ടേം സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഈവൻ ലൂയിസ് സുവാരസ് ഈ അടുത്തിടെ പറഞ്ഞു. ലൂയിസ് സുവാരസിൻ്റെ റയൽ മാഡ്രിഡ് ആ ഒരു ഡിസ്കഷൻ, റയൽ മാഡ്രിഡ് ആക്ച്വലി സ്ട്രൈക്കറായിട്ട് മെയിനായിട്ട് സൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ലൂയിസ് സുവാരസിനായിരുന്നു. പിന്നീട് പറഞ്ഞാൽ ഈ ലൂയിസ് സുവാരസിൻ്റെ ആ ഒരു ബൈറ്റിംഗ് ഇൻസിഡൻ്റ് ഉണ്ടായി. അതുപോലെ ചെറിയ തരത്തിലുള്ള റേസിസത്തിൻ്റെ ചില സ്ലാൻഡറുകളും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് പോലെയുള്ള ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായി. ആ ഒരു റീസൺ കൊണ്ടാണ് റയൽ മാഡ്രിഡ് ലൂയിസ് സുവാരസിനെ സൈൻ ചെയ്യാതെ ബെൻസിമയെ തന്നെ നിലനിർത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഒരുപക്ഷെ സുവാരസിനെ സൈൻ ചെയ്തിരുന്ന നമുക്ക് ഷോർട്ട് ടേമിൽ കുറച്ചുകൂടി സക്സസ് ഉണ്ടായേനെ. പക്ഷേ ലോങ് ടേം നമുക്കറിയാം ബെൻസിമ നമ്മുടെ ക്ലബിന് സമ്മാനിച്ച ആ ഒരു ഇത്, അതുപോലെ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു വാല്യൂസ്, അത് തന്നെയാണ് റയൽ മാഡ്രിഡിനെ ഒരു സ്പെഷ്യൽ ക്ലബ്ബാക്കി മാറ്റുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സെൻറ്റർ ബാക്കിന് സൈൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുറവിളി കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം റയൽ മാഡ്രിഡ് എപ്പോഴും നമുക്കറിയാം ലെനി ഓറോനെ ആ ക്ലബിൻ്റെ പ്രൊഫൈലിന് സൂട്ടബിളായിട്ട് ലോങ് ടേം ടാർജറ്റ് അവർ കണ്ടുവച്ചു. ആ പ്രൊഫൈലിന് കിട്ടിയിട്ടില്ല എന്ന് എഴുതിയിട്ട്
ഒരു ഷോർട്ട് ടേം ആയിട്ട് ഏതെങ്കിലും ഒരു ലോക്കൽ പ്ലെയറെ അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ വാല്യൂസിന് പറ്റാത്തൊരു പ്ലെയറെ സൈൻ ചെയ്യുക എന്നുള്ള അല്ല റയൽ മാഡ്രിഡിൻ്റെ രീതി. ഇനിയിപ്പോൾ അവർ ലോങ് ടേം ആയിട്ട് ഇരുന്നിട്ട് ഓരോ പ്ലെയേഴ്സിനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അഗെയിൻ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്ച്വലി എഡർ മിലിറ്റാവോയെ സൈൻ ചെയ്ത സമയത്ത് റയൽ മാഡ്രിഡിൻ്റെ നമ്പർ 1 ട്രാൻസ്ഫർ ടാർഗറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മത്തിയാസ് ഡിലിറ്റ് ആയിരുന്നു, ബോർഡിൻ്റെ ട്രാൻസ്ഫർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ സമയത്ത് നമുക്കറിയാം ജൂനി കലാഫത്ത്, നമ്മുടെ മാജിക്കൽ സ്കൗട്ട്, നമ്മുടെ ചീഫ് സ്കൗട്ട്, അദ്ദേഹം ഫ്ലോറന്റീനോട് പറഞ്ഞു നമുക്ക് എഡർ മിലിറ്റാവോയെ സൈൻ ചെയ്യും. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം ബ്രസീലിയൻ പ്ലേയേഴ്സിൻ്റെ ആ ഒരു വർക്ക് എത്തിക്ക് നമ്മൾ കണ്ടാണ്, ആഞ്ചലോട്ടി ഒക്കെ പറയുന്നത് പോലെ, അതുപോലെ എന്താ പറയുക നമ്മുടെ കാസമിറോയെ പോലുള്ള ആ പ്ലേയേഴ്സിൻ്റെ വർക്ക് എത്തിക്ക്, അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി, അതാണ് ശരിക്ക് എന്താ പറയുക എഡർ മിലിറ്റാവോയെ റയൽ മാഡ്രിഡ് ചൂസ് ചെയ്യാൻ വേണ്ടി കാരണം. സോ അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് റയൽ മാഡ്രിഡിനെ സ്പെഷ്യലാക്കുന്നത്. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ലോങ് ടേം സൊല്യൂഷൻസിന് വേണ്ടി ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.